ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ നമ്മളൊരു ഹോം ടൂറാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു വീഡിയോ മൊത്തത്തിൽ എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ അത് ഹൗസ് വാമിങ് ആവുന്നുള്ളൂ, ഏകദേശം ഒരു 10-15 ദിവസം കൂടി ഉണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റിയാസ് വലമ്പൂരാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പാങ്ങ് ചേണ്ടിയിലുള്ള ഇല്യാസ് എറണാകുളം വീടിലാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ സ്റ്റേജ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ് ആയിക്കണു, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും മൊത്തത്തിലൊന്ന് കാണാം. ഇവിടെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് പ്ലാനിങ് ടോട്ടലായിട്ട് വർക്ക് എടുത്തിരുന്ന ഇമാജിൻ കൺസ്ട്രക്ഷൻ്റെ ജസീം, ബാബു ഇവരൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും അവരോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും ചോദിക്കാം. റിയാസ്ക പറഞ്ഞ പോലെ ഇമാജിൻ കൺസ്ട്രക്ഷൻ കൺസൾട്ടൻസ് ആണ് നമ്മുടെ ഓഫീസിൻ്റെ പേര്. മലപ്പുറത്താണ് വരുന്നത്. അപ്പോൾ എൻ്റെ പേര് ജസീം, ഇത് ഷമീർ, ബാബു. അങ്ങനെ 3 പേരാണ് ഉള്ളത്. ഒരാൾ സുഫി എന്ന് പറയും. അപ്പോൾ ഇത് പാങ്ങ് പള്ളിപ്പറമ്പ് പ്രദേശത്താണ് ഈ ഒരു വീട്. ഇല്യാസ് എന്ന് പറഞ്ഞിട്ടൊരു ആണ് ക്ലയൻറ്റിൻ്റെ പേര്. അപ്പോൾ ഏകദേശം 2370 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് മൊത്തം ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പോർച്ച് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നത്. അതിൽ താഴെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്, പിന്നെ ഒരു കോമൺ ഡൈനിങ് ഏരിയ, ഒരു സെപ്പറേറ്റ് ലിവിങ് ഏരിയ, പിന്നെ കിച്ചൺ വർക്ക് ഏരിയ, അങ്ങനത്തെ ഒരു ഏരിയകളാണ്. ഒരു സിറ്റ് ഔട്ട് അങ്ങനെ തന്നെ വരുന്നത്. ഫസ്റ്റ് ഫ്ലോർക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഹാളുണ്ട്, പിന്നെ ഒരു 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു. നമ്മളെ വീടിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ഇപ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് ഷിംഗിൾസ് വരാണ്ട് 2 ദിവസം കൊണ്ട് അത് ഫിക്സ് ചെയ്യാണ്ട്. ഫ്രണ്ടിൽ ഗേറ്റ്, കുറച്ച് പ്ലാസ്റ്ററിങ്, ഫില്ലറുമേ, അത്ര വർക്കുള്ളൂ പുറത്തുള്ളത്. പിന്നെ പുറത്ത് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞാൽ ആ പുറം ഭാഗത്തെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞു. പിന്നെ ഫൈനൽ പെയിൻറ്റിങ്ങും പുറം ഭാഗം കഴിഞ്ഞു. പിന്നെ ഫില്ലറുമേ കുറച്ച് ടെക്സ്ചർ വർക്കാണ് ഉള്ളത്. പിന്നെ പുറത്ത് മുറ്റത്ത് നമുക്ക് കല്ല് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഫിക്സ് ചെയ്യാനുള്ളത്, ഫ്രണ്ട് ഭാഗത്ത് മാത്രം. ബാക്കി ബാക്ക് ഭാഗത്ത് ഗ്രാസ് ഇല്ല, അതാണ് അടുപ്പിച്ചിട്ടാണ്. ഫ്രണ്ടിൽ വിൻഡോസൊക്കെ അഴിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്താണ് പോർച്ച്. അത്യാവശ്യം വലിയൊരു വണ്ടി ഇടാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഇട്ട് അതിൽ ഗ്രാസ് ആർട്ടിഫിഷ്യലാണ് ബെറ്റർ. മറ്റേത് മെയിൻ്റെനൻസ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ആർട്ടിഫിഷ്യലാണ് അതിൽ വരുന്നത്. അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം അടിപൊളിയാവും. ഫ്രണ്ടിൽ ഈ ഒരു സൈഡിൽ നമ്മൾ ഒറിജിനൽ പുല്ല് വെക്കാനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത് ഓൾറെഡി അതിനും കൂടി വരുമ്പോഴാണ് ആ വീടിന് നല്ല ഭംഗിയായിട്ട് വരിക. വീടിൻ്റെ ചുറ്റുഭാഗം ഇൻ്റർലോക്ക് ചെയ്ത് കൂടും. അതുകൊണ്ട് വെള്ളം ഇറങ്ങാൻ കുറച്ച് ഭാഗം അതിൽ ഗ്യാപ്പും ചെയ്തിട്ടുണ്ട് താഴോട്ട് ഇറങ്ങാൻ. അപ്പോൾ നമുക്കിനി എന്തായാലും വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കാം, അവിടെ വർക്ക് ഏകദേശം എന്തായിക്കണോ നോക്കാൻ. ഇതാണ് ഫ്രണ്ട് ഡോറ്. അതിന് അറ്റാച്ച് ചെയ്തിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. ഫുള്ള് തേക്കിൽ തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഹാള് മാർബിളാണ് ചെയ്തിരിക്കുന്നത്. അത് പോളിഷ് കഴിഞ്ഞിക്കുഞ്ഞ്, ഫൈനൽ പോളിഷ് ബാലൻസ് ഉണ്ട്. ഈ കടന്ന് വരുന്ന ഈ ഭാഗത്ത് സീലിംഗ് ചെയ്തിരിക്കുന്നത് വുഡനിലാണ്. അതുമേ എന്നിട്ട് മൈക്ക അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ലൈറ്റിങ്ങും 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ വരാനുണ്ട്. ബാലൻസ് ആണ് അതിൻ്റെ വർക്ക്. അതൊക്കെ ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ. സ്റ്റെയർ കേസ് വുഡനല്ല ചെയ്തിരിക്കുന്നത്. ഇത് ലിവിങ് ആണ്. നമ്മൾ കടന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്നതാണ് ലിവിങ്. അത് ഈ ഫ്ലോറിൽ നിന്ന് ചെറിയൊരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയിട്ടാണ് ആ ഒരു ഭാഗം. അതിലിങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നു. അതിൽ ജാലി കട്ടൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വിൻഡോ വരുന്നുണ്ട്. അതിനൊക്കെ മൾട്ടിവുഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡ്സൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക. ഇതിലും സീലിംഗ് ചെയ്തിരിക്കണു. അതിൻ്റെ സീലിങ്ങിൽ ബോർഡറിൽ നമ്മൾ വുഡന് ചെയ്തിട്ട് അതുമ്പോൾ മൈക്ക അപ്ലൈ ചെയ്തിരിക്കണം. ഇത് വേറെ ഭംഗിയാണ്. ലൈറ്റിങ്ങും ഒക്കെ പാടെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇത് ഹാളിൽ ഏറ്റവും ടോപ്പിലാണ്. ഇത് നല്ല ലൈറ്റിംഗ് ഉണ്ട് അത് വെച്ചത് കൊണ്ട്. ഈ ഒരു ഭാഗത്ത് ആണ് ടി വിയും വാഷ് ബേസിനും ഡൈനിങ്ങും ഒക്കെ വരുന്ന ഒരു ഏരിയ ആണിത്. ഹാളിൽ നമ്മൾ കിടന്ന് വരുന്നത്. ഇതിൽ ഫസ്റ്റ് റൈറ്റ് സൈഡിലൊരു ബെഡ്റൂമാണിത്, അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട്. അതിൽ ബെഡ് കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ മുകളിൽ മുഴുവൻ സാധനങ്ങളാണ്. അതിപ്പോൾ അതിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിലാണ്. ഇതിനുള്ളിൽ 2 വിൻഡോ വരുന്നുണ്ട്. ആ 2 വിൻഡോ പാനൽ ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡ് കൊണ്ട്. ഇത് വാൾഡ്രോപ്പ്, അതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. വാൾഡ്രോപ്പ് ഫുള്ള് ഫെറോ സിമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറത്താണ് പിന്നെ നമ്മൾ പ്ലൈവുഡ് ചെയ്ത് അതിൽ ഡോർസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് ഹാളാണ്. ഹാളിൽ വാഷ് ബേസ് ഇരിക്കുന്ന ഏരിയ ആണ് അത്. ഇതാണ് പിന്നെ മാസ്റ്റർ ബെഡ്റൂം ഇതേമാതിരി ബെഡ് കോട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഭാഗം ഫുള്ള് പാനൽ ചെയ്തുകൊണ്ട് മുകളിൽ കയറ്റി അതിൽ മൈക്കുക. പാനൽ ചെയ്ത ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് മൾട്ടിവുഡാണ്. മാസ്റ്റർ ബെഡ്റൂമത്തെ വാൾഡ്രോപ്പാണിത്. ഇതും ഫെറോസിമെൻറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതിലും 2 വിൻഡോ വരുന്ന 2 വിൻഡോസിൻ്റെ സൈഡൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് വർക്ക് ഫിനിഷിങ് ആക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ഇനി കുറച്ച് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഡോർസൊക്കെ നമുക്ക് ഗ്രൈൻസ് ഇട്ട് വരക്കാനുണ്ട്. ഇത് നമ്മളെ ഹാള്. ഈ പോകുന്നതാണ് കിച്ചൻ്റെ മെയിൻ ഡോർ ഗ്ലാസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് മോഡുലാറാണ്. ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് പിന്നെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എന്തൊക്കെയായാലും ഫിക്സ് ചെയ്തിരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. കിച്ചൻ്റെ വർക്കുകൾ ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അവിടെ ആ ഒരു ഫ്രിഡ്ജ് വെക്കുന്ന ഭാഗത്ത് ചെറിയൊരു ബോക്സ്, മുകളിൽ ഒരു ചെറിയൊരു ബോക്സും കൂടി ഫിക്സ് ചെയ്യാണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കിച്ചൻ്റെ വർക്കുകൾ ഫിനിഷാണ്. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളത്. പിന്നെ കിച്ചനോട് ചാരിയിട്ട് തന്നെയാണ് പുറത്തേക്ക് ഉള്ളൊരു വഴി. അത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അവിടെ ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ വാഷ് ബേസും കാര്യങ്ങളും അതും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ഭാഗത്തായിട്ട് ഒരു ചെറിയ സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഈ ഒരു ഏരിയയാണ് വാഷ് ബേസിന് വരിക. വാഷ് ബേസിൻ്റെ നേരെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസും സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റെയർ കേസ് ഫുള്ളായിട്ട് വുഡിലാണ്. അതിൽ ഗ്ലാസ് ടഫൻ ചെയ്തിട്ടുള്ള ഗ്ലാസ്സാണ് ഇതിലൊക്കെ ഇട്ടിട്ടുള്ളത്. ഒരുവിധം സേഫ്റ്റിയാണത്. റേറ്റ് കുറച്ച് കൂടുന്നെങ്കിലും. പിന്നെ സ്റ്റെയർ കേസ് കയറി നേരെ മുകളിൽ വരുമ്പോൾ ചെറിയൊരു ഹാളാണ് വരുന്നത്. ആ ഹാളിൽ പിന്നെ നമുക്ക് താഴോട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ഓപ്പണിംഗ് കൂടി ഉണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെയാണ് ആ ഒരു എയർ ഹോള് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ലൈറ്റിങ്ങിനുള്ള ഒരു പർഗോള രീതിയിൽ കൊടുത്തിരുന്നത്. അത് അടിപൊളിയാണ്. ഇത് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു വാളാണ്. ഇത് ഇനി ടെക്സ്ചർ വർക്ക് ചെയ്യാൻ ബാക്കിയായിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ്. അത് ടെക്സ്ചറും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇത് നമുക്ക് ഹാളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു സിറ്റ് ഔട്ടാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ആ ഒരു വ്യൂ ഫുള്ളായിട്ട് ഉണ്ട്, അതിൽ കിട്ടും. അടിപൊളിയാണ്. അവിടെയും മറ്റേ ഗ്ലാസ്സിന് ഫ്രെയിം വുഡ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമാണ്. അതിലും അടിഭാഗത്താകെ ഇതായി കിടക്കുകയാണ്, കാരണം വർക്ക് ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഈ ഒരു സ്റ്റഡി ടേബിളും കുറച്ച് ബുക്ക് ഷെൽഫൊക്കെ പാടായിട്ടുള്ള സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്ത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിൻ്റെ നേരെ മുകൾ ഭാഗം ഒരു ഹോള്, അതിനൊരു ഫ്രെയിമും ഡോറും കാര്യങ്ങളുണ്ട്. ഇത് വാൾഡ്രോപ്പ് ഫുള്ള് ഫ്രെയിം ചെയ്ത് പ്ലൈവുഡ് കൊണ്ട് ഫ്രെയിം ചെയ്ത് അതിൽ ഡോർസ് ഇട്ടിട്ടുണ്ട്. ബാത്റൂം എല്ലാം വാട്ടർ പ്രൂഫ് ചെയ്ത് അപ്പോക്സി ചെയ്ത് സെറ്റാക്കിയിട്ട് തന്നെയാണ് ടൈലൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും ബുദ്ധിമുട്ട് ഭയങ്കരമാണ്, കാരണം വെള്ളത്തിൻ്റെയൊക്കെ. ഹാളിൽ നിന്ന് പിന്നെ ലെഫ്റ്റ് സൈഡ് ഭാഗത്താണ് പിന്നെ ഒരു ബെഡ്റൂം. ഈ മുകൾ ഭാഗത്ത് ഭയങ്കര ലൈറ്റിംഗ് ആണ്, കാരണം 3 വാളിലും ഇതേമാതിരി ലൈറ്റിങ്ങിനുള്ളൊരു സംവിധാനം അവർ ഇട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ ഭയങ്കര പ്ലസ് പോയിൻ്റാണ്. ഇതാണ് പിന്നെ വേറൊരു ബെഡ്റൂം ഉള്ളത്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ വാൾഡ്രോപ്പ് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ വർക്കുകൾ ഫിനിഷിങ് ആയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു റൈറ്റ് സൈഡത്തെ വാളാണ് നമ്മളെ ടെക്സ്ചർ വർക്കിന് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു വർക്ക് ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു. എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. താങ്ക് യു.